ഹായ് ഡിയേഴ്സ്, സോ ഫൈനലി ദ വെയിറ്റ് ഈസ് ഓവർ അല്ലേ. നമ്മുടെ CUT UG റിസൾട്ട് വന്നിരിക്കുകയാണ്. ഏറെ കാലമായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾ ഏവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ CUT UG റിസൾട്ട് വന്നിരിക്കുകയാണ് അല്ലേ. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്വപ്നം പൂവണയാൻ പോവാണ്. നിങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് അറിയാം, നമ്മളും നല്ല സന്തോഷത്തിലാണ്. നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, ഫുൾ മാർക്ക് കിട്ടിയവരൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് അടുത്തത് വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒക്കെ ഡൗട്ട് അല്ലേ. എന്താണ് ഞങ്ങൾ അടുത്തത് ചെയ്യേണ്ടത്? ഞങ്ങൾ CUT അടിപൊളിയായിട്ട് എഴുതി, UG എക്സാം അടിപൊളിയായിട്ട് എഴുതി, ഇനി എന്തായിരിക്കും ഞങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒക്കെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അതായത് മക്കളെ, നമ്മളുടെ NTA റോൾ കഴിഞ്ഞിരിക്കുകയാണ്. NTA നിങ്ങൾക്ക് CUT എക്സാം നടത്തുക എന്നുള്ളതായിരുന്നു NTA റോൾ ഉണ്ടായിരുന്നത്. NTA റോൾ ഇപ്പം കഴിഞ്ഞു. NTA റോൾ കഴിഞ്ഞു, CUT എക്സാം നടത്തി, അവർ സ്കോർ കാർഡും നിങ്ങൾക്ക് തന്നു. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത്, നിങ്ങൾ CUT എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലേക്കായിരുന്നു അപ്ലൈ ചെയ്തത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു ആ ഫോമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഫോമിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഓരോരോ യൂണിവേഴ്സിറ്റീസിൻ്റെ പോർട്ടലുകളായിട്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റീസ് കൊടുത്തവരുണ്ടാവും, പിന്നെ പോണ്ടിച്ചേരി കൊടുത്തവരുണ്ടാവും, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ കൊടുത്തിട്ടില്ലേ, ആ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ പോർട്ടൽ ഓപ്പൺ ആവും. അതായത് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം ആവും. ആ ടൈമിന് നിങ്ങൾ നേരെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടേക്ക് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മക്കളെ, നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ആവശ്യമാണ്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ CUT UG സ്കോർ കാർഡ്, അതെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ലേ? അപ്പോൾ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ CUT UG സ്കോർ കാർഡ് മക്കൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾ നേറ്റിവിറ്റി, ഇൻകം, കാസ്റ്റ് അതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നേറ്റിവിറ്റി, ഇൻകം, കാസ്റ്റ് ഒക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കുക. ഈ നേറ്റിവിറ്റി, ഇൻകം, കാസ്റ്റ് എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ എപ്പോഴും ഓൾ ഇന്ത്യ ഫോമാറ്റിലുള്ളതായിരിക്കണം. ഓക്കെ, ഇതെല്ലാം ഓൾ ഇന്ത്യ ഫോമാറ്റിലുള്ളതായിരിക്കണം. ഇനി റിസർവേഷൻ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾ റെഡിയാക്കി വെക്കുക. റെഡി ആയിട്ട് ഇരിക്കുക. നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ, അവിടേക്ക് അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ട് എല്ലാവരും നിൽക്കുക. പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത്, ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയും പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് മക്കളെ നമ്മൾ അറിയിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിൽ CUTUG.NTA.online.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമുക്കിപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ളത് അല്ലേ. ആ റിസൾട്ട് വന്ന സെയിം വെബ്സൈറ്റിൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ്, നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഡീംഡ് യൂണിവേഴ്സിറ്റീസും ഒക്കെ കാണാൻ പറ്റും. ആ ഒരു യൂണിവേഴ്സിറ്റീസിലൊക്കെ നിങ്ങൾ എവിടെയൊക്കെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് എത്തുക. അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണും രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ടോ, അവിടെ കൊടുക്കാൻ ടൈം ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ മക്കളും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു, നിങ്ങൾ അവിടേക്ക് രജിസ്റ്റർ ചെയ്താൽ അവരൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഒരു മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ വരുന്ന മുകളിലുള്ള റാങ്കിൽ വരുന്ന ആൾക്കാരെ ആയിരിക്കും അവർ വിളിക്കുക. യൂണിവേഴ്സിറ്റീസിൽ നിന്ന് നേരിട്ട് കോൾ ചെയ്യും, അല്ലെങ്കിൽ മെയിൽ ത്രൂ അറിയിക്കുകയായിരിക്കും ചെയ്യുക. അപ്പം മെയിലിൻ്റെ കാര്യം എന്ന് പറയുന്നത്, മെയിൽ ത്രൂ അറിയിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ, മെയിൽ ത്രൂ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്കാമുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് വേറെ ഏതോ ഒഫീഷ്യൽ മെയിൽ അല്ലാത്ത ഏതോ മെയിലിൽ നിന്ന് എന്തൊക്കെയോ വന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇത്ര രൂപ അടയ്ക്കണം, ഇത്ര രൂപ അടയ്ക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കുക, കറക്റ്റ് ഒഫീഷ്യൽ മെയിൽ നിന്നാണോ വരുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ മെയിൽ ഓർ കോൾ ത്രൂ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നേരിട്ട് വിളിക്കും. ചിലപ്പോൾ അവർ നേരിട്ട് വിളിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോട് ജസ്റ്റ് ഡോക്യുമെൻ്റ് അവിടെ വന്നിട്ട് സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സിറ്റിങ്ങിനൊക്കെ വിളിക്കും. ഓക്കെ, സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻ്റർവ്യൂയോ ഗ്രൂപ്പ് ഡിസ്കഷനോ അങ്ങനെ എന്താ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയായിരിക്കും നമുക്ക് അഡ്മിഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്ര കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കുള്ള ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടത്, NCL, നേറ്റിവിറ്റി, ഇൻകം, റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരതൊക്കെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അതൊക്കെ എന്താണ്, ഓൾ ഇന്ത്യ ഫോമാറ്റിലുള്ളതാവണം. അതൊക്കെ റെഡി ആയിട്ട് നിന്നോളാം. ഓക്കെ, ഇനി പോർട്ടലുകൾ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അവിടേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സെറ്റായിട്ട് നിൽക്കുക. ഓക്കെ, ദെൻ നിങ്ങൾക്കുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ, എത്രയാണ് കട്ട് ഓഫ് മാർക്ക് എന്നുള്ളതായിരിക്കും അല്ലേ. എത്രയാണടാ ഈ കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് ആയിരിക്കും നിങ്ങളുടെ ഒരു സംശയം എന്ന് പറയുന്നത് അല്ലേ. ദെൻ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ CUT UG ഒരിക്കലും ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ മുകളിൽ വരുന്ന ആരൊക്കെയാണ് അവരൊക്കെ അവിടെ നിന്ന് വിളിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക,
നിങ്ങൾ എവിടേക്കാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടേക്കൊക്കെ നിങ്ങൾ പോർട്ടലുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. അവിടേക്കൊക്കെ രജിസ്റ്റർ ചെയ്യുക. ഒന്നുപോലും ഒഴിവാക്കി വിടരുത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു കട്ട് ഓഫ് മാർക്ക് അവർ പറയില്ല. എത്ര റാങ്കുള്ളോ, ഇനിയിപ്പോൾ വളരെ മുകളിലുള്ള റാങ്കിലുള്ളവരൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിലേക്ക്, ഇനിയിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നല്ല റാങ്കുള്ള ആരും അവിടേക്ക് അപ്ലൈ ചെയ്തില്ല. അപ്പൊ നിങ്ങൾ മുകളിലേക്ക് മാർക്ക് കുറഞ്ഞവരെന്താ ചെയ്യും? മുകളിലേക്ക് കയറില്ലേ? അപ്പൊ എന്ത് ചെയ്യുക? എവിടേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടേക്കൊക്കെ രജിസ്റ്റർ ചെയ്യുക കേട്ടോ. യൂണിവേഴ്സിറ്റീസിന്റെ പോർട്ടലുകൾ ഓപ്പൺ ആവുന്ന സമയത്ത് അവിടേക്കൊക്കെ മക്കൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. എന്തായാലും അപ്ലൈ ചെയ്യുക. ഓൾസോ എന്ത് ചെയ്യുക? സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് എപ്പോഴും മുൻഗണന കൊടുക്കുക. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് തന്നെ മുൻഗണന കൊടുക്കുക കേട്ടോ. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. നമുക്ക് അടിപൊളി, നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ വിചാരിച്ചത് അവിടെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ. ഓക്കെ, ദെൻ ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.